ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. ഞങ്ങളുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഓണക്കോടികളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതേ കണ്ടില്ലേ, ഞാനിപ്പോൾ റൂമിൽ നിന്ന് തന്നെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എന്താ കണ്ട് സനും കുഞ്ഞാറ്റൊക്കെ നല്ല ഉറക്കത്തിലാണ്. ഇപ്പം ടൈം 6:30 ഈ ഒരു ടൈമിലാണ് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ള സമയത്തൊന്നും എന്താ സമയമില്ല സത്യം പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഞാൻ വിളിച്ച് രാവിലെ നേരത്തെ വീഡിയോ അങ്ങനെ എടുക്കാൻ. പക്ഷെ ഇന്നലെ നമ്മുടെ സനിക്കുട്ടിക്ക് വയ്യാതെന്ന് പറയാൻ പറ്റില്ല. അവൾക്ക് എന്താ പറയുക, രാത്രി സത്യം പറഞ്ഞാൽ നമ്മുടെ സനു ഉറങ്ങിയിട്ടില്ല. ഒരു 12-1 മണി മുതൽ ഒരു 3 മണി വരെ സനുവിന് ഉറങ്ങാൻ പറ്റാത്തൊരു സമയമായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ കാരണമില്ല പറയുന്നത്. എന്താ പറയുക, സനു രാത്രിയിൽ ഭയങ്കര പേടിയാവണം. അവൾക്ക് ഉറങ്ങുമ്പോൾ അങ്ങനെ ഓരോന്ന് സ്വപ്നം കാണാത്ര. അതായത് ഈ ഡോറിൻ്റെ ഉള്ളിൽ ആരെങ്കിലും വന്നിരിക്കുക, പ്രേതം, അങ്ങനെയൊക്കെ എൻ്റെ കുട്ടി പറയുന്നത്. അപ്പോൾ നമുക്ക് ഉറക്കം വരില്ലല്ലോ. രാത്രി ഫുള്ള് ഉറക്കം ഒഴിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്നലെ സത്യം പറഞ്ഞാൽ ആ ഒരു കിടന്നത് തന്നെ 10-10:30 ആയിട്ടുണ്ട്. ആ 10:30 മുതൽ ഒരു 12 മണി ഏകദേശം ആ ഒരു ടൈം വരെ എന്നിട്ട് ഉറങ്ങിയിട്ടുള്ളൂ സനു ആയാലും. അതിനുശേഷം ഫുള്ള് കരച്ചിലും. അവൾക്ക് ഇങ്ങനെ കണ്ണടച്ച് ഉറങ്ങുമ്പോൾ അങ്ങനെ പേടിപ്പിക്കുന്ന പോലെ തോന്നുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ ഇപ്പോൾ എന്താ പറയുക, പേടിച്ചിട്ടോ എന്താ പറയുക, അന്ധവിശ്വാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഊതിച്ചാൽ ശരിയാവോ, കയ്യിൽ ചിരട് കെട്ടിയാൽ ശരിയാവോ എന്നൊന്നും അറിയില്ല. എന്ത് കാരണം കൊണ്ട് അതിപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അവളിപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ എവിടെയെങ്കിലും വീണ കാരണം അങ്ങനെ അത് പേടിച്ച് സ്വപ്നം കാണുക. പിന്നെ ഇപ്പോൾ പൊതുവേ ഞാനൊക്കെ രാത്രി ആയാലും പൊതുവേ സ്വപ്നം കാണാറുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്താ പറയുക, ഇങ്ങനെ എന്താ പറയുക, ഒരു കുഴിയിലേക്ക് ഇറങ്ങി പോകുന്ന പോലെയൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്നിട്ട് പേടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്താ സനുവിന് ഇന്നലെ എന്താ പറ്റിയെന്ന് അറിയില്ല, തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, ഇന്നലെ ഞാനും ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ കണ്ണൊക്കെ ഇങ്ങനെ ആകെ. കുറച്ച് രാവിലെ നേരത്തെ നെയ്ച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു കേട്ടോ. എനിക്ക് പേടിയാണ്. പേടിയെന്നല്ല, എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ ഉറങ്ങാത്ത. അവളാണെന്ന് രാത്രി ഫുള്ള് കരച്ചില്. ഇപ്പം ഒരു 12 മണി മുതൽ 1 മണി വരെയൊക്കെ മാക്സിമം ഇരിക്കാം. പക്ഷെ അതിനുശേഷം ഒരു 3 മണിയൊക്കെ ആയിട്ട് അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ പേടിയാവുകയാണ് ഇത്ര. കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ, അതെന്താണ് അതിൻ്റെ ഇതെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. ഇന്നെന്തായാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് സനുവിനൊന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞ് സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഊതിക്കാൻ കൊണ്ടുപോകണം. ഇപ്പോൾ ഒരു പക്ഷേ ചിരട് ഊതിച്ച് കെട്ടിയ അവളുടെ പേര് നാളൊക്കെ പറഞ്ഞ് ചിരട് ഊതിച്ച് കെട്ടി ഓക്കെ ആവുകയാണെങ്കിലും. അതുപോലെ തന്നെ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും, അപ്പോൾ നമ്മുടെ സനു ഹോസ്പിറ്റലിലാവുമ്പോൾ ഞാൻ അവളെ ഒഴിഞ്ഞിട്ട് ഗുരുവായൂർക്ക് പൈസ ഇടാന്ന് പറഞ്ഞ് നേർന്ന് വെച്ചിട്ടുണ്ട്. അത് നമ്മളവിടെ പോയിട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തുലാഭാരം ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാരണം കൊണ്ടാണോ അവൾക്ക് ഇങ്ങനെ അവർക്ക് അതെനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ പറയല്ല. അപ്പം എന്തായാലും ഞാൻ രാവിലെ നേരത്തെ എണീച്ച് കൂളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ട് അവളേനെ പൈസ ഒഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. എത്രയും എന്ത് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ 2 ദിവസമായി ഇങ്ങനെ രാത്രിയിൽ ഉറക്കമില്ലാണ്ടിരുന്ന ആകെ ബുദ്ധിമുട്ടല്ലേ. തീരെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കും എന്താ പറയുക, എനിക്കറിയില്ല. ഇന്നലെ സത്യം പറഞ്ഞാൽ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. എന്തേ കണ്ടില്ലേ, ഇപ്പോഴാണ് നമ്മുടെ സനു ഒന്ന് നേരെ വണ്ണം ഉറങ്ങണത് തന്നെ. കുഞ്ഞാറ്റ് പിന്നെ ഓക്കെ ആയിരുന്നു, നേരത്തെ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. സനുവിനായിരുന്നു ഒരു 3 മണി ആ ടൈമിലൊക്കെ ആയിട്ടൊന്ന് ഉറങ്ങിയത് തന്നെ. എന്തായാലും അങ്ങനെ രാത്രിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക മാറിക്കിട്ടാൻ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇങ്ങനെ രാത്രിയിൽ ഉറങ്ങാതിരിക്കണത് തന്നെ. കുറേ നേരം ഉറങ്ങാതിരിക്കാന്ന് പറഞ്ഞാൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം എന്താ കാരണം, അതിനെന്താ ചെയ്യാന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നെ. പിന്നെ ഇപ്പോൾ അവളെന്തെങ്കിലും പേടിച്ചിട്ടാണ് സ്വപ്നം കാണുന്നതെന്നും അറിയില്ല. പിന്നെന്താ, ഇനിയിപ്പോൾ സനിക്കുട്ടി ഒരു 7:30-8:45 അവൾക്ക് പോകേണ്ടത്. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ അവൾ നീച്ച് ഉഷാറായിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ മാത്രം ഇന്ന് സ്കൂളിലേക്ക് വിടുന്നുള്ളൂ. രാത്രി മൊത്തം ഉറക്കം ഒഴിച്ചതല്ലേ. പിന്നെന്താ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അടുക്കളയിൽ ഗ്യാസിൻ്റെ മുകളിൽ കുക്കറൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുക്കർ വിസിലടിക്കുമെന്ന് അറിയില്ല. വിസിലടിക്കുമെന്ന് അറിയില്ല എന്നല്ല, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വിസിലടിക്കാൻ ചാൻസ് ഉണ്ട്. രാവിലെ നേരത്തെ തലനടിച്ച് കാരണം ആകെ ശബ്ദമൊക്കെ നല്ല മഞ്ഞാണ് കേട്ടോ പുറത്ത്. അപ്പം എന്തായാലും നമ്മുടെ ഓണക്കോടികളൊക്കെ കാണാമല്ലേ. എന്താ
ഈ കാണണതൊക്കെ നമുക്ക് കിട്ടിയ ഓണക്കോടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാട്ടിത്തരാം. ഞാൻ കുഞ്ഞാറ്റൊരു ഡ്രസ്സ് ആയിട്ട് ഫസ്റ്റ് കാണാമല്ലേ. എന്ത് തന്നെയോ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ഫസ്റ്റ് ദിവസം കിട്ടിയത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് അനിയനെ എടുത്തത് എന്താണ് കേട്ടോ, എൻ്റെ ചെറിയ അനിയനെ എടുത്തതാണ്. എങ്ങനെയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു കളർ. എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെ ഭയങ്കര ഇഷ്ടം. ഒരു എന്ത് കളറാന്ന് പറഞ്ഞാൽ ഓറഞ്ച് അല്ല, എന്നാലും ഭയങ്കര രസമുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, അവൾക്ക് ഇടാനൊക്കെ ഭയങ്കര സൂട്ടബിൾ ആയിരിക്കും. ഇതാണ് കേട്ടോ ഫസ്റ്റ് ഓണക്കോടി അവൾക്ക് കിട്ടിയത്. പിന്നെ ഇതാ എൻ്റെ രണ്ടാമത്തെ അനിയനെ എടുത്ത് തന്നതാണ് ഈ ഒരു റെഡ് ഫ്രോക്ക്. ഇതും നല്ല രസമുണ്ട്, പക്ഷെ ഇത് ഒരു നെറ്റ് മെറ്റീരിയലാണ്. എന്നാൽ പോലും നല്ല രസമാണ് കേട്ടോ അവൾക്ക് അത് ഇട്ടിട്ട്. പക്ഷെ ഇതൊന്നും ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഒരുപാട് ഡ്രസ്സൊന്നും ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ 1-2 ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ രണ്ടാമത്തെ. ശരിയോ, പിന്നെ ഇതാ ഇവിടെ ഏട്ടൻ്റെ അനിയനെ എടുത്ത് തന്നതാണ് ഈ ഒരു ഓണക്കോടി. അപ്പം ഇതാണ് കേട്ടോ മൂന്നാമത് വരുന്നത്. ഇത് ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുത്തത്. പക്ഷെ ഇത് ഇങ്ങനെ കാണുമ്പോൾ കളറൊന്നും വലിയ ഇതില്ലെങ്കിലും പക്ഷെ ഇട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ കളറൊന്നും സത്യം പറഞ്ഞാൽ എന്താ പറയുക, ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ മൂന്നാമത്തെ വരുന്നത്. പിന്നെ ഞങ്ങൾ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഷർട്ടും ട്രൗസറും ആയിരുന്നു. ഇതൊക്കെ ശരിക്കും ഓണത്തിന് കിട്ടിയത് തന്നെയാണ് കേട്ടത്. ഞങ്ങൾ കുറച്ച് മുന്നേ എടുത്തു എന്ന് മാത്രം. പിന്നെ ഇതേ ഇപ്പോൾ 2 ദിവസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കൊണ്ടുവന്നതാണ്. പക്ഷേ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇതേ സംഭവം, ഇതേ ഡ്രസ്സ് തന്നെ ഇവൾക്ക് ബർത്ത്ഡേക്ക് കിട്ടിയതുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഒരു ഡ്രസ്സ് ഭയങ്കര പൊന്തി കിടക്കുന്ന ഡ്രസ്സാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 976ഒക്കെയാണ്. പക്ഷെ അത്രയൊക്കെ റേറ്റ് ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്തായാലും റേറ്റ് ഇതിൽ കാണിച്ചിരിക്കുന്നത് 976. ഭയങ്കര രസമായിട്ട് എന്താ പറയുക, നല്ല സിൻഡ്രല്ല ഉടുപ്പ് പോലെയൊക്കെ ഉണ്ട്. നല്ല ഇങ്ങനെ പൊങ്ങിക്കെടുക്കുന്ന ഒരു ടൈപ്പാണ്. ഇതിൻ്റെ ഇതേ സെയിം തന്നെയാണ് നമ്മുടെ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേക്ക് കിട്ടിയത്. അലമാറയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല രസമില്ലേ കാണാൻ. അപ്പം എന്തായാലും കുഞ്ഞാറ്റയ്ക്ക് കിട്ടിയത് ഇത് എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത്രയും ഡ്രസ്സ് കുഞ്ഞാറ്റയ്ക്ക് കിട്ടിയതാണ്. 5 ജോഡിയോളം കുഞ്ഞാറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം ഓണത്തിന്. ഇനി നമുക്ക് സനുവിന് കിട്ടിയതൊന്ന് കാണാം അല്ലേ. സനുക്കുട്ടിക്ക് ഇതേ ഒരു ഉടുപ്പാണ് കേട്ടത്. അരുണേട്ടൻ്റെ അനിയനെ എടുത്തു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. അതായത് നമ്മുടെ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇട്ട ആ ഒരു ഏകദേശം മോഡൽ തന്നെയാണ് കേട്ടോ. അതിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടെന്ന് മാത്രം. ഈ ഒരു ഫ്ലവറിൻ്റെ കുറവൊക്കെ ഉണ്ട്. ഭയങ്കര രസമല്ല, ആൾക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഡ്രസ്സാണ്. ഇതിലൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫസ്റ്റ് അവളുടെ ഓണക്കോടി. ഈ വൈറ്റ് ആയ കാരണം പുറത്തേക്കൊക്കെ ഇടാൻ ഭയങ്കര മടിയാണ്. എത്ര പെട്ടെന്ന് ചളി പിടിക്കുക. പിന്നെ അത് എൻ്റെ അനിയനെ എടുത്ത് തന്നിട്ടുള്ള ഒരു പട്ടുപാവാടയാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. സനുവിൻ്റെ സ്കൂളിലത്തെ ഓണ സെലിബ്രേഷൻ ഈ പാവാടയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടോപ്പ് വരുന്നത് ഇത് ഇങ്ങനെയാണ്. നമ്മൾ റെഡിമെയ്ഡായിട്ട് എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു റേറ്റ് വന്നത് 500 സംതിങ് ആണ്. പിന്നെ മൂന്നാമത്തെ ഡ്രസ്സ് ഞങ്ങൾ എടുത്തതാണ്. പക്ഷെ ഇതിൻ്റെ ടോപ്പ് എൻ്റെ വീട്ടിൽ പെട്ടു. ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അവളുടെ ആ ഒരു ജീൻസിൻ്റെ വെള്ള ടോപ്പ്. നല്ല രസമുള്ള ടോപ്പാണ്. ഞാൻ അവിടെ സൈഡിൽ അതിൻ്റെ ഫോട്ടോ കാണിക്കാം. എനിക്ക് ഇന്ന് വരെ ഡ്രസ്സ് എടുത്തതിൽ വെച്ചിട്ട് അവൾക്ക് ആ ജീൻസ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാ ഈ ഒരു ജീൻസും ടോപ്പും ഉണ്ട്. അങ്ങനെ നമ്മുടെ സനുകുട്ടിക്ക് ആകെ 3 ജോഡി കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇതാ നമ്മുടെ അരുണേട്ടന് കിട്ടിയ ഷർട്ട്. ഏട്ടനൊരു ഷർട്ടും മുണ്ടും മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഏട്ടനതാ ഒരു ഷർട്ട്. പിന്നെ ഏട്ടനെ അവിടെ പണിസ്ഥലത്ത് നിന്ന് ഷർട്ടും മുണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഏട്ടൻ അവിടേക്ക് കൊണ്ടുപോകേണ്ട ചെയ്ത്. അങ്ങനെ 2 ഏട്ടനുണ്ടായിരുന്നത്. ഇനി എന്തായാലും എൻ്റെ കാണാല് എനിക്ക് സത്യം പറഞ്ഞാൽ കോൾ അടിച്ചു എന്ന് തന്നെ പറയാം. എനിക്കും കുഞ്ഞാറ്റയ്ക്കും കണ്ടിട്ട് ഒരുപാട് ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഇങ്ങനത്തെ കുറേ എന്താ പറയുക ജഗിൻസ് പാൻറ്റുകൾ 4 ജഗിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു.
ബ്ലാക്ക്, വൈറ്റ്, ഗ്രീന്, പിന്നെ അതുപോലെ ഈ ഒരു ബ്ലൂ, പിന്നെ അതേ 2 പാട്ടിയാല പാൻറ്, പിന്നെ ഒരു ജീൻസ് ഉണ്ട്. ഇങ്ങനെ 5-6 ജോഡി പാൻറ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓണക്കോടി എന്ന് പറയാൻ പറ്റില്ല, ഇത് ജീൻസിലേക്ക് ഒരു ടോപ്പ് എടുത്തതാണ്. ഓണത്തിന് എടുത്ത കാരണം ഓണക്കോടിയായിട്ട് കൂട്ടാം. പിന്നെ ഓണത്തിൻ്റെ ഒരാഴ്ച ടൈമിൽ ഒരു കല്യാണം, ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഉള്ള കാരണം ഇതും ജീൻസിലേക്ക് എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ അതിൻ്റെ സൈഡിൽ കൊടുക്കേ. ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ ജീൻസിലേക്ക് ഇട്ടപ്പോൾ. പിന്നെ ഇതായിട്ടും വരുമ്പോൾ ഒരു ടോപ്പ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ ഒരു സിമ്പിൾ ടോപ്പാണ് കേട്ടോ, വലിയ റേറ്റ് ഒന്നുമില്ല. ഇത് ഇങ്ങനെ ഒരു ടോപ്പ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെറും അവിടെ കോയമ്പത്തൂരിൽ നിന്നാണ്. അപ്പോൾ എത്ര 200 രൂപ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ്. പിന്നെ ഇതാ എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാവരും മാക്സികൾ, നമ്മളിപ്പോൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന മാക്സികൾ. നമ്മൾ കുഞ്ഞാറ്റയ്ക്ക് ഫീഡിങ് ചെയ്യുന്ന കാരണം മാക്സി മാത്രമാണ് കേട്ടോ അധികം ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എന്താ പറയുക, ചില ടൈമിലൊക്കെ ബനിയൻ അങ്ങനെ ടോപ്പ്, ചുരിദാറിന് ടോപ്പ് പൊതുവേ ഇടാറില്ല. അവിടെ വീട്ടിലൊക്കെ ആകുമ്പോൾ അവൾക്ക് പാൽ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി മാക്സി എടുത്തിട്ടുണ്ടായിരുന്നു. ആരുടെ വകയെന്ന് ചോദിച്ചാൽ ഒന്ന് ഏട്ടൻ്റെ വക, ഒന്ന് അമ്മയുടെ വക, പിന്നെ ഒന്ന് മേമ വന്നപ്പോൾ, ഒന്ന് ചെറിയ അനിയൻ്റെ, ഒന്ന് വലിയ അനിയൻ്റെ, അങ്ങനെ ഒരുപാട് ഒത്തിരി മാക്സി ഉണ്ടായിരുന്നു. പിന്നെ ഇതേ ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് ഓണക്കോടി തന്നെയാണ്. ഇത് ഏട്ടനെ എടുത്ത് എന്താണ് കേട്ടോ. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പം അത്യാവശ്യം 6-7 മാക്സിയോളം തന്നെ എനിക്കുണ്ട്. ഇത് ഞാൻ ആ ഒരു ഓണത്തിൻ്റെ സമയത്ത് എനിക്ക് ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയ്പ്പാക്കി ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അത് മിസ്സായിട്ടുണ്ട്. അതായത് ഈ ഒരു റാക്കിൽ ഒരുപാട് തുണികളുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കൊണ്ടുപോയി വെച്ചപ്പോൾ ഇത് കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് എനിക്ക് ഡ്രസ്സ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഇന്നാണ് ഞാൻ സത്യം പറഞ്ഞ ഈ ഓണത്തിൻ്റെ ഓണക്കോടി ഞാൻ ഇടുന്നത് തന്നെ. അപ്പം ഇതാണ് ടൈലൊന്നും ബാക്കി ഒന്നും ഷെയ്പ്പാക്കിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഓണക്കോടികൾ ഇത്രയൊക്കെയുള്ള ഒത്തിരി ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സനിക്കുട്ടിക്ക് ഇപ്പോൾ 1-2 ഡ്രസ്സ് തന്നെ കിട്ടിയിട്ടുള്ളൂ. അതിന് പകരം ഇപ്രാവശ്യം ഇവർക്ക് പാർസലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പാർസൽ എടുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. 2 പേർക്കും പാർസൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഓണക്കോടി, ഡ്രസ്സിന് പകരം പാർസൽ തന്നെ പറയാം. അപ്പം അതൊരു പുതിയൊരു ഓണക്കോടിയാണല്ലോ. അതുകൊണ്ട് 2 പേർക്കും പാർസൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞാറ്റിക്ക് പാർസൽ എടുത്തതിൻ്റെ റേറ്റ് 2,500 ഉള്ളിലാണ് കുഞ്ഞാറ്റിയുടെ പാർസലത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സനുവിൻ്റെ പാർസലും, അവളുടെ 2 പാർസലും, കാലിലത്തെ 2 പാർസലും പഴയത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാറ്റയുടെ പാർസലിലത്തെ ഒന്നേ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മൾ എവിടേക്ക് പോയപ്പോൾ അത് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ 3 പാർസലും കൊടുത്തിട്ട് പിന്നെ 2000 കൂട്ടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം ചിലപ്പോൾ 3ൻ്റെ ഉള്ളിൽ, ഇപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റയുടെ വലുപ്പമല്ലല്ലോ, സനുവിൻ്റെ കുറച്ചും കൂടി വലുത് വേണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ അവളുടെ ഒരു 3 സംതിങ് ആയിട്ടുണ്ടായിരിക്കണം. അപ്പം അങ്ങനെയുണ്ട് നമ്മുടെ ഇപ്രാവശ്യം പൊട്ടിച്ചു എന്ന് തന്നെ പറയാം. അതിനേട്ടന് മാത്രമാണ് എണ്ണം കുറവായിട്ടുണ്ടായിരുന്നല്ലോ ഓണക്കോടിയിൽ. ബാക്കി എല്ലാവർക്കും കോളടിച്ച് ഒത്തിരി ഇതാണ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു മാക്സിയൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു മാക്സി ഉണ്ടത്. നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാടൊക്കെ പല കളറ്. അപ്പോൾ ഇതൊക്കെ അടിച്ചിട്ട് ഇതൊക്കെ എന്തായാലും ഷേപ്പാക്കണം. ഷേപ്പാക്കിയതിന് ശേഷമാണ് കേട്ടുള്ളൂ. പിന്നെന്താ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഓണക്കോടി വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഇനിയിപ്പോൾ അതാ സനുവിനെ നെയ്പ്പിക്കണം. ഇനിയിപ്പോൾ അറിയില്ല, സനു ഓക്കെ ആവുകയാണെങ്കിൽ മാത്രമേ സ്കൂളിലേക്ക് വിടുള്ളൂ. ഇനിയിപ്പോൾ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇതൊക്കെ അലമാരയിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് അപ്പോൾ വീഡിയോ കാണിച്ചു. ഇതൊക്കെ ഒതുക്കി വെക്കില്ല. ആ ഒരു ടാസ്ക് വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലേ. തുണികൾ വലിച്ചിടാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ അത് മടക്കി വെക്കാൻ എന്നെ പോലെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി പണികളൊക്കെ നോക്കട്ടെ. ഇപ്പം ടൈം 6:45 ഇനി എന്തായാലും എന്താ പറയുക, സനേനെ സ്കൂളിലേക്ക് വിടുകയാണെങ്കിൽ അതിനുള്ള കുറച്ച് മുന്നുള്ള പരിപാടികൾ, അതായത് സ്കൂളിലേക്ക് സ്നാക്സ് കൊടുത്തു വിടാനും വെള്ളം ചൂടാക്കലും പിന്നെന്താ ചോറ് കൂട്ടാനൊക്കെ വയ്ക്കുന്ന പരിപാടിയിലേക്ക് കിടക്കട്ടെ. ഞാനിതപ്പോൾ 9:30, സനുക്കുട്ടി 8:45 സ്കൂളിലേക്ക് പോകും. അതിന് ശേഷം സനുവിനെ കൊണ്ടുപോയി അമ്മ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ പോകാറുള്ളത്. 9:30 പോയാൽ
ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു 2 മണി ആ ടൈമിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മഷ്റൂം ജസ്റ്റ് സ്റ്റാർട്ടിങ് 10-20 വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം 100 ബെഡോൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 4 മണി ഏകദേശം ആവാറുണ്ട്. പിന്നെയെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വെക്കേഷൻ ടൈമിലൊക്കെ രാവിലെ നേരത്തെ ഡ്രൈവിങ്ങിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ക്ലാസ് ഡ്രൈവിങ്, 4 ക്ലാസ് ഡ്രൈവിങ്ങിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു 3 ക്ലാസ്സിൽ ഒരു ലെവലായിട്ട് 4ാമത്തെ ക്ലാസ്സിൽ 8 ഇട്ടതായിരുന്നു. പിന്നെ ഇന്ന് വരെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അവരുടെ ക്ലാസ് പിന്നെ ഞാൻ അവിടുന്ന് വരുന്ന ടൈമൊന്നും സെറ്റല്ലായിരുന്നു. അപ്പം ഇനിയിപ്പോൾ എന്തായാലും പോകണം. അപ്പം അവിടുത്തെ ആ ഒരു ചേലക്കരയിൽ നിന്ന് വന്ന് ഒരു 3 മണി ആ ടൈം വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഡ്രൈവിങ്ങിനെ പോയി തിരിച്ചെത്തുമ്പോഴേക്ക് 4-4:30 അതിനും ആ ഒരു ടൈം ആവട്ടെ നമ്മൾ തിരിച്ചു വരാൻ. അപ്പോൾ പിന്നെന്താ വല്ല കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ കുഞ്ഞാറ്റിക്ക് വലിയ കുഴപ്പമില്ല. ഞാനാ പോകുമ്പോൾ പാല് കൊടുത്തിട്ട് പോവും. പിന്നെ പോകുമ്പോൾ എന്നെ കണ്ടുള്ള ഒരു കരച്ചിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവൾ ഓക്കെ ഉണ്ട്, ഭയങ്കര കളിയും ചിരി. ഇവിടെ അടുത്ത വീട്ടിലേക്കൊക്കെ പോയിട്ട് ഫുള്ള് കളിയും ചിരിയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിലേക്ക് അമ്മ വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയൊക്കെ ഉണ്ട് ചെയ്യാറുള്ളത്. അവളെയും കൊണ്ട് വലിയ വാശിയൊന്നുമില്ല. ആ ഒരു സ്റ്റാർട്ടിങ്ങിലത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യേണ്ട ഏകദേശം വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, എന്തായാലും ഇന്ന് വൈകുന്നേരം സനുവിനൊന്ന് ഊതിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ ബൈ. പിന്നെന്താ പറയുക, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.